നിങ്ങൾ അവസാനം എപ്പോഴാണ് കണ്ണാടി നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ മിടുക്കനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? മിക്കവാറും കണ്ണാടി നോക്കുന്നത് മുഖക്കുരു ഉണ്ടോ നരയുണ്ടോ എന്ന് നോക്കാൻ മാത്രമാണ്. സ്വയം വിമർശിക്കാനാണ് നമ്മൾ കണ്ണാടി പലപ്പോഴും ഉപയോഗിക്കുന്നത്. ലൂയിസ് ഹേ പറയുന്നത് സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല എന്നാണ്. നിങ്ങളുടെ നെറ്റ് വർത്ത്, ആസ്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് വർത്ത്, ആത്മവിശ്വാസം അനുസരിച്ചായിരിക്കുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ, ഇന്ന് നമ്മൾ മിറർ വർക്ക് പഠിക്കാനായിട്ടാണ് പോകുന്നത്. നമസ്കാരം. ഡേ 13 സ്നേഹത്തോടെ ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുറച്ച് നാളുകളായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാം ബേസ് ചെയ്ത് ഞാൻ ദുബായിലായിരുന്നു 7-8 ഡേയ്സോളം. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയി. സോ റെഗുലറായിട്ട് നമുക്ക് ഇനി വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാൻ സാധിക്കും. 13ാമത്തെ ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്. 14, 15, 16 ഈ 30 ഡേയ്സ് ആ ചലഞ്ച് നമ്മൾ ഉറപ്പായിട്ടും പൂർത്തീകരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ശക്തമായ എന്നാൽ പലർക്കും ചെയ്യാൻ മടിയായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ദാറ്റ്സ് വി കോൾഡ് മിറർ വർക്ക്. കണ്ണാടി സ്വന്തം കണ്ണുകളിൽ നോക്കി നമ്മൾ നമ്മുടെ ആത്മാവിനെയാണ് കാണുന്നത്. ആ ഒരു ആത്മാവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അവിടെ കള്ളം പറയാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് പണം ലഭിക്കാൻ യോഗ്യതയില്ല എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ അത് തെളിഞ്ഞു വരും. നിങ്ങൾക്ക് ഞാൻ പറയണം, മനസ്സിലാവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ബിൽഡിംഗ് കോൺഫിഡൻസും ഓവർകമ്മിങ് ഷെയിമും. അതായത് ബിൽഡിംഗ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ പണം ആത്മവിശ്വാസമുള്ളവരെ ധൈര്യമായിട്ട് പണം അവരോടൊപ്പം ഉണ്ടാവും. അതുപോലെ പണം അവരിഷ്ടപ്പെടും. തല കുനിച്ച് കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്നവർക്ക് ആർക്കും പണം നമ്മൾ കൊടുക്കാറില്ല, അല്ലേ? ആരും പണം കൊടുക്കില്ല. കണ്ണാടിയിൽ നോക്കി സംസാരിച്ച് ശീലിച്ചാൽ നിങ്ങളുടെ വ്യക്തിത്വം മാറും. നിങ്ങളൊരു കാന്തം, മാഗ്നറ്റ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവും. ഈ ഓവർകമ്മിങ് ഷെയിം എന്ന് പറയുമ്പോൾ പലർക്കും പല ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് നാണം എന്നൊരു പ്രോസസ്സ് വരുന്നത്. ഇങ്ങനെ പല ആൾക്കാർക്കും പണം ചോദിക്കാൻ നാണം എന്നൊരു സംഭവം ഉണ്ടാവും. ശമ്പളം ചോദിക്കാൻ പോലും അവർക്ക് നാണമായിരിക്കും. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു ഷെയിം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിൽട്ട് ഉള്ളിൽ തോന്നും. ശമ്പളം കൂട്ടി ചോദിച്ചാൽ ശരിയാവുമോ? കടം തിരിച്ച് ചോദിക്കാനായിട്ട് മടി. അതായത് കടം കൊടുത്ത് സഹായിച്ച സുഹൃത്തിനോട് ആ പണം തിരിച്ച് ചോദിക്കാൻ മടി. മിറർ വർക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഈ നാണം മാറ്റാനായിട്ട് പറ്റും. എനിക്കിതിന് അർഹതയുണ്ട് എന്ന് സ്വയം കണ്ണാടി നോക്കി പറയുമ്പോൾ ആ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വന്നേക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ചിരി വന്നേക്കാം. അത് കുഴപ്പമില്ല. ഉള്ളിൽ വികാരങ്ങൾ പുറത്തു വരുന്നതാണ്. ആ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം വികാരങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്, അത് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ തുടരണം. അത് കണ്ണാടിയിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്താണ് എന്ന് കാണുന്നതെന്ന് നിങ്ങളെ തന്നെ സങ്കല്പിക്കുക. ആ കണ്ണാടിയിൽ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സുഹൃത്താണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പവർഫുള്ളായിട്ടുള്ള മിറർ അഫർമേഷൻസ് നമ്മൾ നോക്കാം. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് പ്രാക്ടിക്കൽ ടെക്നിക്സ് എന്ന് പറയാം. ദിവസവും രാവിലെ പല്ല് തേക്കുമ്പോൾ ഇത് നിങ്ങൾ കണ്ണാടി നോക്കി പറയണം. സ്റ്റെപ്പ് 1, കണ്ണാടിയിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കണം. നോട്ടം മാറ്റരുത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് വിളിക്കുക. ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, രാഹുൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അശ്വിൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പേരെന്താണോ ആ പേര് കണ്ണാടി നോക്കി പറയണം. സ്റ്റെപ്പ് 3, ഈ 3 കാര്യങ്ങൾ ഉറക്കെ പറയണം. എനിക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഞാൻ സമ്പത്ത് അർഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഒന്നും കൂടെ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഞാൻ സമ്പത്ത് അർഹിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. അവസാനം ഒരു ഉമ്മയും കൂടെ നിങ്ങൾ കൊടുക്കുക. കണ്ണാടിയിലോ അല്ലെങ്കിൽ സ്വന്തം കയ്യിലോ ഒരു കിസ്സും കൂടെ കൊടുക്കുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിനൊരു ഡീപ്പ് തലങ്ങളിൽ നിന്നുള്ള ഒരു ആക്ഷൻ കൂടെയാണ് ആ ഒരു കാര്യം.
തുടക്കത്തിൽ ഞാൻ പറഞ്ഞുതരുന്നു ലൂയിസ് ഹേയുടെ ആ ഒരു കാര്യം. അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം സെമിനാറുകളിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഈ മിറർ വർക്ക് ചെയ്തതിന് ശേഷം അവരുടെ ജീവിതം മാറിയതായിട്ട് ഒരുപാട് ആൾക്കാർ റിസൾട്ട് പറയുന്നുണ്ട്. ജോലി കിട്ടാത്തവർ, ബിസിനസ് തകർന്നു പോയ ആൾക്കാർ, അവരെല്ലാം തിരിച്ചു പിടിച്ചു അവരുടെ ജീവിതം. കാരണം അവരവരെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങി, അവരവരെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഓക്കെ, മനസ്സിലാക്കുക, കണ്ണാടി ഇനി വെറുമൊരു മുഖം നോക്കാനല്ല, അത് വിധി മാറ്റുവാനായിട്ടുള്ള ഒരു ടൂളും കൂടെയാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഐ ലവ് മൈ സെൽഫ് ആൻഡ് മണി. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, പണത്തെയും സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, പണത്തെയും സ്നേഹിക്കുന്നു. നാളെ നമ്മൾ ഡേ 14 നമ്മൾ സിനിമ കാണാനായിട്ടാണ് പോകുന്നത്. ഈ സിനിമ കാണാനായിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുൾ വിഷ്വലൈസേഷൻ എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിനുള്ളിലെ ആ ഒരു സിനിമ, നിങ്ങളുടെ സിനിമ എന്തായിരിക്കുമെന്ന് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് രാവിലെ 6 മണിക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.